യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങളിൽ 4 സുവിശേഷങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതമാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവം. യോഹന്നാൻ്റെ സുവിശേഷകൻ ആ ഭാഗം എഴുതിയപ്പോൾ അല്പം കൂടെ വ്യത്യസ്തമായ ഒരാശയം അവിടെ കാണുന്നുണ്ട്. പുരുഷാരത്തെ കണ്ടുകൊണ്ട് യേശു കർത്താവ് ഫിലിപ്പോസിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നാം ഇവർക്ക് ഭക്ഷിപ്പാൻ അപ്പം എവിടെ നിന്ന് കണ്ടെത്തും? അടുത്ത ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അത് തന്നെ പരീക്ഷിപ്പാനാണ് യേശു ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് യേശു അറിഞ്ഞിരുന്നു. ഈ വാക്കിന് മുമ്പിൽ ഫിലിപ്പോസ് ആകെ ടെൻഷനിലായി. എവിടെ ചെന്ന് പൈസ ഉണ്ടാക്കും, എങ്ങനെ അപ്പം ഉണ്ടാക്കും, പല ചിന്തകളിലൂടെ കടന്നുപോയി. യേശു പെട്ടെന്ന് തന്നെ അടുത്തായിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ജനത്തെ ഇരുത്തുവാൻ കൽപ്പിച്ചു. വലിയ പുരുഷാരം അവിടെ ഇരുന്നു. 5000 പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, ഒരു ബഹു സംഘം തിന്ന് തൃപ്തരായി സന്തോഷത്തോടെ മടങ്ങുന്നൊരു കാഴ്ച. ഞാനിങ്ങനെ ചിന്തിക്കുകയുണ്ടായി. ഈ പുരുഷാരം തൃപ്തരായി മടങ്ങിയപ്പോൾ ഫിലിപ്പോസ് യേശുവിനോട് ചോദിച്ചു കാണും, യേശുവേ, ഇത് ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നല്ലോ, എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് അങ്ങേക്ക് അറിയാമായിരുന്നല്ലോ, എന്നാൽ പിന്നെ അങ്ങ് ചെയ്താൽ പോരായിരുന്നോ, എന്നെ എന്തിനാ ടെൻഷൻ പിടിപ്പിച്ചേ? യേശുവിന് പറയാനുള്ളത്, ഫിലിപ്പോസേ, നിന്നെ ടെൻഷൻ പിടിപ്പിച്ചതല്ല, ഞാൻ നിന്നെ ടെസ്റ്റ് ചെയ്താ, പരീക്ഷിച്ചതാ. നിനക്കെന്നിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന് വേണ്ടി ഞാനൊരു ചെറിയ പരീക്ഷണം നടത്തിയതാണ്. പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ ഇതൊക്കെയല്ലേ സംഭവിക്കാറുള്ളത്. നാളെ എന്ത് ചെയ്യുവാൻ പോകുന്നു, അടുത്ത ദിവസം എന്ത് സംഭവിക്കാൻ പോകുന്നു, നമ്മുടെ ഭാവി എന്താകും, തലമുറയുടെ ഭാവി എന്താകും, രോഗത്തിൻ്റെ അവസ്ഥ എന്താകും, ഇങ്ങനെ ഒത്തിരി ചിന്തകൾ ഒരുപക്ഷെ നമ്മളിലൂടെയൊക്കെ കടന്നു വരാം. ഇത് നമ്മളെ ആകുലചിത്തരാക്കാൻ സാധ്യതകളുണ്ട്. എന്നാൽ യേശുവിൽ തികഞ്ഞ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ നമ്മളതേ ഓർത്ത് ഭാരപ്പെടേണ്ട. കാരണം ഫിലിപ്പോസിനോട് യേശു ഇവർക്ക് ഭക്ഷണം എവിടെ നിന്ന് കൊണ്ടുവരുമെന്ന് ചോദിച്ചപ്പോൾ ഫിലിപ്പോസിന് യേശുവിലുള്ള വിശ്വാസം വർദ്ധിച്ചിരുന്നെങ്കിൽ ഫിലിപ്പോസ് ഇങ്ങനെ പറയാം, യേശുവേ, അങ്ങേക്കൊണ്ട് കഴിയാത്ത കാര്യമൊന്നുമില്ലല്ലോ, അങ്ങ് സകലത്തിനും മതിയായവനല്ലേ. ഈ ഒരു ഉത്തരമാണ് ഒരുപക്ഷെ യേശു ഫിലിപ്പോസിൽ നിന്ന് പ്രതീക്ഷിച്ചത്. നമ്മളിൽ നിന്നും യേശു ഇതൊക്കെ തന്നെയല്ലേ പ്രതീക്ഷിക്കുന്നത്? നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, നാളെ എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെങ്കിൽ നമ്മളിങ്ങനെ പറയാം, കർത്താവേ, അങ്ങയ്ക്ക് സകലതും അറിയാം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സ്വസ്ഥമായിരിക്കും, സമാധാനത്തോട് ജീവിക്കാൻ കഴിയും, ഒരു ടെൻഷൻ ഫ്രീ ലൈഫ് നമുക്ക് നയിക്കാൻ കഴിയും. വലിയവനായ കർത്താവ് നമുക്കതിന് വരുത്തട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളുടെ ജീവിതം ദൈവഹിതപ്രകാരം അങ്ങയിൽ വിശ്വാസത്തോടെ അങ്ങയിലുള്ള ആശ്രയത്തിൽ മുന്നേറുവാനുള്ള കൃപ തരണമേ. വലിയവനായ കർത്താവ് നമുക്കതിനിട വരുത്തുമാറാകട്ടെ. ഹാവ് എ ടെൻഷൻ ഫ്രീ ലൈഫ്. ഗോഡ് ബ്ലെസ് യു.